നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ ഭാരവാഹികൾ രാജിവെച്ച മലയാള ചലച്ചിത്ര താരസംഘടനയായ അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി WCC അംഗവും നടിയുമായ പത്മപ്രിയ. അമ്മയ്ക്ക് തലയും നട്ടെല്ലുമില്ലെന്നും നിരുത്തരവാദപരമായ നടപടിയാണ് ഭരണസമിതിയുടെ രാജിയെന്നും പത്മപ്രിയ കുറ്റപ്പെടുത്തി. ഏഷ്യാനെറ്റിലാണ് ഇത്തരത്തിൽ നടി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അമ്മയിലെ കൂട്ടരാജി പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ത് ധാർമ്മികത ഉയർത്തിയാണ് രാജിയെന്ന് മനസ്സിലാകുന്നില്ല. ആരെല്ലാം നിഷേധിച്ചാലും സിനിമയിൽ പവർ ഗ്രൂപ്പുണ്ട്. വെറുമൊരു ലൈംഗിക ആരോപണം എന്ന നിലയിലാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെ സിനിമാ സംഘടനകൾ കാണുന്നത്. അധികാര ശ്രേണി ഉള്ളതുകൊണ്ടാണ് ലൈംഗികാതിക്രമം നടക്കുന്നത്. അക്കാര്യം ആരും പരിഗണനയ്ക്കെടുക്കുന്നില്ല. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന സൂപ്പർ താരങ്ങളുടെ പ്രതികരണത്തിൽ നിരാശയുണ്ട്. ഒന്നും അറിയില്ലെങ്കിൽ എല്ലാം അറിയാനുള്ള ശ്രമം അവർ നടത്തട്ടെയെന്ന് പത്മപ്രിയ പറഞ്ഞു. WCC അംഗങ്ങൾ പോയി കണ്ടതിനു പിന്നാലെ മുഖ്യമന്ത്രി ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചുവെന്നത് വലിയ കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം പുറത്തുവിടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് കാരണം സംസ്ഥാന സർക്കാർ പറയണം. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാൽ മാത്രം പോരാ. കമ്മിറ്റി ശുപാർശകളിൽ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലെന്നും പത്മപ്രിയ വ്യക്തമാക്കി. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതിക്ക് കൈമാറാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. റിപ്പോർട്ട് നൽകണമെന്ന ഉത്തരവിനെതിരെ അപ്പീൽ നൽകേണ്ടെന്നാണ് തീരുമാനം. റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ കോടതിയിൽ എത്തിക്കാനുള്ള അവസാന തീയതി 9 അതിനു മുൻപ് തന്നെ നൽകാനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായി. റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങളും ഇതുവരെ എടുത്ത നടപടികളും കോടതിയെ അറിയിക്കും. റിപ്പോർട്ടിന്റെ പുറത്തുവിടാത്ത ഭാഗങ്ങളും മൊഴി പകർപ്പുകളും ആരോപണ വിധേയരായവരുടെ വിശദാംശങ്ങളുമുള്ള അനുബന്ധവും നൽകുന്നതിൽ നിയമോപദേശത്തിന് കഴിഞ്ഞ ദിവസം AGയുമായി കൂടിയാലോചന നടത്തി. കമ്മിറ്റിയുടെ പരാമർശങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിലാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. 9 കേസ് പരിഗണിക്കുന്ന കോടതി വനിതാ കമ്മീഷനെയും സ്വമേധയാ കക്ഷി ചേർത്തിട്ടുണ്ട്. താരങ്ങൾക്കെതിരെ വ്യക്തിപരമായ പരാമർശമുള്ളതിനാൽ റിപ്പോർട്ട് ഹാജരാക്കുന്നതിൽ സർക്കാരിന് തുടക്കത്തിൽ ആശയക്കുഴപ്പമുണ്ടായി. ഇതോടെയാണ് അപ്പീൽ സാധ്യതയും ചർച്ച ചെയ്തത്. വ്യക്തിപരമായ പരാമർശമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിടാനാണ് വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടത്. ഒഴിവാക്കാൻ കമ്മീഷണർ നിർദ്ദേശിച്ച ഒരു ഖണ്ഡികയിലെ ഉന്നതരിൽ നിന്ന് പോലും ലൈംഗികാതിക്രമം ഉണ്ടായെന്ന ഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടിൽ അബദ്ധത്തിൽപ്പെട്ടത് സർക്കാരിനെ വെട്ടിലാക്കിയിരുന്നു. ഇതിനുശേഷമുള്ള 5 പേജ് മറച്ചുവെച്ചത് റിപ്പോർട്ടിൽ പേരുണ്ടെന്ന് കരുതുന്ന ഉന്നതരെ സംരക്ഷിക്കാനാണെന്ന ആരോപണവും നേരിടേണ്ടി വന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് ഇനിയെല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്ന നിലപാട് സർക്കാർ കൈക്കൊണ്ടതും. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ പല ഭാഗങ്ങളും പുറത്തുവിടാത്തതിൽ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വന്നിരുന്നു. പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് മറച്ചുവെച്ചത്. അതുകൊണ്ടുകൂടിയാണ് കേന്ദ്ര വനിതാ കമ്മീഷനും ഇത്തരത്തിൽ ഫുൾ പേജ് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. ഇത് സർക്കാരിന് തിരിച്ചടിയായി മാറിയിട്ടുണ്ട്.